വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന അനൂപിന്റെ വീട്ടിലേക്ക് കുപ്പിയുമായി വന്നതാണ് കൂട്ടുകാരൻ. എന്നാൽ അനൂപ് കുളിക്കുകയാണ്. വെയിറ്റ് ചെയ്യാൻ അകത്തുനിന്ന് അനൂപ് വിളിച്ചു പറഞ്ഞു. ജോലിയുടെ ഭാഗമായിട്ട് ഒറ്റയ്ക്ക് വാടക വീട്ടിലാണ് അനൂപ് താമസം. വെയിറ്റ് ചെയ്ത കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് അനൂപിൻ്റെ കോൾ വന്നു. അവൻ ഫോൺ എടുത്തിട്ട് ഞാൻ പുറത്ത് ഉണ്ട്, ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നാൽ അനൂപ് മറ്റൊരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു വിളിച്ചത്. ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്ന തൻ്റെ ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയെന്ന് വന്ന് പിക്ക് ചെയ്യാൻ പറയാനുമാണ് വിളിച്ചത്. അപ്പോൾ ആരാണ് അകത്ത് നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞതോർത്ത് കൂട്ടുകാരൻ കൺഫ്യൂസ്ഡായി. അവൻ പുറത്തുനിന്ന് ജനലിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ അവൻ കണ്ടത് ഏതാണ്ട് 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി കയ്യിൽ ഒരു പാവയും പിടിച്ചു നിൽക്കുന്നതാണ്. ആകെ ഇരുട്ടായതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് ബോധം കെട്ടു വീണു. കുറെ കഴിഞ്ഞ് അനൂപ് വന്ന് മുഖത്ത് വെള്ളം തളിച്ചപ്പോഴാണ് അവൻ ബോധം വന്നത്. അവൻ അകത്തൊരു കുട്ടിയെ കണ്ടത് പറഞ്ഞെങ്കിൽ അനൂപ് അത് കാര്യമാക്കിയില്ല. എന്നാൽ ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോൾ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അലമാരയുടെ ഡോർ തനിയെ അനങ്ങുന്നത് കണ്ട അവൻ പേടിച്ച് അനൂപിനെ വിളിച്ചു. അനൂപ് വന്ന് നോക്കിയപ്പോൾ അലമാരിക്കുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു പൂച്ചക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. എവിടെന്തേലും വഴിതെറ്റി വന്നതാകുമെന്ന് അവൻ കരുതി. ഏതായാലും അനൂപിന് അതിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ അതിനെ നോക്കാമെന്ന് കരുതി. അന്ന് രാത്രി കിച്ചണിൽ എന്തോ സൗണ്ട് കേട്ട് പോയി നോക്കിയ അനൂപ് ഒരു പെൺകുട്ടിയെയും പാവയും കണ്ടു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അനൂപ് കാര്യമാക്കിയില്ല. പിറ്റേന്ന് ജോലിക്ക് പോകുന്ന വഴിക്ക് അനൂപും കൂട്ടുകാരനും ബൈക്ക് ശരിയാക്കാൻ കൊടുത്ത വർക്ക്ഷോപ്പിൽ ചെന്ന് ശരിയാക്കിയ ശേഷം വീട്ടിൽ കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്ക് വെക്കാൻ വന്ന പയ്യൻ വീട്ടിൽ ആരെങ്കിലും കാണുമെന്ന് കരുതി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ മുൻപ് നമ്മൾ കണ്ട ആ പെൺകുട്ടി ഡോർ തുറന്നു. ബൈക്കിൻ്റെ കീ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് മാമൻ വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. തിരികെ പോകാൻ നിന്ന അവനോട് ആ കുട്ടി കുറച്ചു നേരം പന്ത് കളിച്ചിട്ട് പോകാമെന്ന് വാശിപ്പിടിച്ചു. അവസാനം ആ കുട്ടിയുടെ നിർബന്ധം കാരണം കുറച്ചു നേരം ബോൾ കളിക്കാമെന്ന് പറഞ്ഞു. അവർ മുറ്റത്ത് നിന്ന് കളിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അനൂപ് വന്നപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ ബൈക്കിൻ്റെ കീ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ നോക്കിയതും അവിടെ ആരെയും കാണാനില്ലായിരുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം അനൂപിനോട് പറഞ്ഞെങ്കിലും അവൻ വിശ്വസിച്ചില്ല. കീ ബൈക്കിൽ നോക്കിയപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പിടികിട്ടാതെ വർക്ക്ഷോപ്പിലെ പയ്യൻ തിരികെ പോകാൻ ഒരുങ്ങി. അവൻ സംശയം കാരണം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയതും വീടിൻ്റെ മുകളിൽ ഒരു പാവയും പിടിച്ച് ആ കുട്ടി നിൽക്കുമായിരുന്നു. അവൻ നന്നായിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. അന്ന് രാത്രി അനൂപ് താൻ ഒരു പുഴയിൽ മുങ്ങി താഴുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. അപ്പോഴേക്ക് കറണ്ടും പോയിരുന്നു. പെട്ടെന്ന് ആ പൂച്ചക്കുട്ടി ടേബിളിന്റെ പുറത്തിരുന്ന് വിളിച്ചു. നിനക്ക് ഉറക്കമില്ലേ എന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് നോക്കി അനൂപ് കണ്ടത് ആ കുട്ടി പാവയും പിടിച്ചിരിക്കുന്നതാണ്. അവൻ നന്നായിട്ട് പേടിച്ചു. പിറ്റേന്ന് രാവിലെ കൂട്ടുകാരൻ വന്നപ്പോൾ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ആ വർക്ക്ഷോപ്പിലേക്ക് പോയി. അവർ ആ കുട്ടിയെപ്പറ്റി അവനോട് ചോദിച്ചു. അവൻ നടന്ന കാര്യം പറഞ്ഞു. കൂട്ടുകാരനും കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അതിൽ എന്തോ പണ്ടുകേട് ഉണ്ടെന്ന് മനസ്സിലായി. അന്ന് രാത്രി കൂട്ടുകാരനോട് അനൂപിന് കൂട്ടുകിടക്കാൻ പറഞ്ഞു. എന്നാൽ രാത്രി ഉറങ്ങാതെ കിടന്ന കൂട്ടുകാരൻ്റെ മുൻപിൽ വന്ന് ആ പെൺകുട്ടി മാമ എണീക്ക് മാമ വാ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഡോർ ലോക്ക് ചെയ്തതുകൊണ്ട് ബോധമില്ലാതെ നിന്ന അവനെ അനൂപ് വന്ന് വിളിച്ച ശേഷം റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കൂട്ടുകാരൻ ഈ പൂച്ച വന്നതിന് ശേഷമാണ് ആ കുട്ടിയെ കാണാൻ തുടങ്ങിയത്, നമുക്കിതിനെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ആണേലും അനൂപ് അത് സമ്മതിച്ചു. ശേഷം അകത്തേക്ക് കയറിയ അവർ ഒരു ന്യൂസ് പേപ്പറിൽ ഇതേ പൂച്ചയെ കാണാനില്ല എന്ന പരസ്യം കണ്ടു. അവ അഡ്രസ്സ് നോക്കി പൂച്ചയുമായി അവിടേക്ക് പോയി. അതിൻ്റെ ഉടമസ്ഥന് അതിനെ കിട്ടിയതും ഭയങ്കര സന്തോഷമായി. ഒരാഴ്ചയായി ചുമ്മി എന്ന് അവർ വിളിക്കുന്ന ഈ പൂച്ചയെ കാണാതായിട്ട്. അവർ പോകാൻ നേരം ഫ്രണ്ടിൽ ഒരു ഫോട്ടോയിൽ അവർ കണ്ട പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു. അവർ അന്തം വിട്ടു നിന്നു. അത് അയാളുടെ മകളായിരുന്നു. 1 വർഷമായി ആ കുട്ടി മരിച്ചിട്ട്. ചുമ്മി ഇറങ്ങി ഓടിയപ്പോൾ അതിൻ്റെ പിറകെ ഈ കുട്ടിയും ഓടി. എന്നാൽ ആ കുട്ടി കാൽ വഴുതി വെള്ളത്തിൽ വീണു. കുട്ടിയെ രക്ഷിക്കാനായില്ല. അവർ ഒന്നും മിണ്ടാതെ ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഴയിൽ വന്നിരുന്നു. ശേഷം അനൂപ് പറഞ്ഞു, 1 വർഷം മുൻപ് ഞാൻ ഒരു കുട്ടിയെ കാണാറുണ്ടായിരുന്നു. എന്നും കാണുന്നത് കൊണ്ട് തന്നെ അവളും ആയി നല്ല കൂട്ടായിരുന്നു. ഞാൻ ഒരു ദിവസം കുളിക്കാൻ കടവിൽ വന്നപ്പോൾ ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ടു. അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആ കുട്ടി മരിച്ചു പോയിരുന്നു. ആ കുട്ടിയായിരുന്നു അനൂപ് ഫോട്ടോയിൽ കണ്ടത്. ശേഷം അനൂപ് കടവിലേക്ക് ചൂണ്ടി കൂട്ടുകാരനോട് പറഞ്ഞു. അവിടെയായിരുന്നു ആ കുട്ടി മുങ്ങിത്താണത്. ഇത് കേട്ട കൂട്ടുകാരനെ പേടിയായി. അവനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകാനൊരുങ്ങി. പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി വന്നു.